രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ധർമ്മപദം, നമ്മുടെ ധർമ്മപദം 20ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. ഇതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ എടുത്താൽ ഇതിനകത്തുനിന്ന് പ്ലേലിസ്റ്റിനകത്തുനിന്ന് കിട്ടുന്നതാണ്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിന് യാതൊരുവിധ ഫീസും ഉള്ളതല്ല, ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ, അതുകൊണ്ട് തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിനകത്ത് നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കണ്ടിരിക്കണം. അതേ കണക്ക് തന്നെ ഭഗവത്ഗീതയുടെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിരിക്കുക. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. നിശ്ചയമായും നിങ്ങൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കേൾക്കണം. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി രാധ, രാധയുടെ ജീവിതകഥ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അടുക്കിന് അവതരിപ്പിച്ച് 101 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അത് കാണുക. 101 തൊട്ട് കാണുക. സമയം കിട്ടുമ്പം തൊട്ട് 1 തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. അതേ കണക്ക് വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അഷ്ടപതി ക്ലാസ് കേൾക്കണവരൊക്കെ രാധയുടെ പ്രണയവും കേൾക്കണം. നിങ്ങൾക്ക് അഷ്ടപതി, രാധയുടെ പ്രണയം, അതേ കണക്ക് നാരായണീയം സർവ്വ ഐശ്വര്യവും വരുത്തും. വെള്ളിയാഴ്ച ധർമ്മപദമാണ് മോക്ഷം കിട്ടുന്നത്.
ധർമ്മപദത്തിൽ പറയുന്ന കണക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ. അല്ലാതെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യസാധ്യങ്ങൾ കിട്ടും. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യം സാധിക്കും. രോഗം വേണമെങ്കിൽ രോഗം മാറ്റിത്തരും, ധനം വേണമെങ്കിൽ ധനം തരും. പക്ഷെ മോക്ഷപ്രാപ്തിക്ക് ഇതൊന്നും ഉതകുന്നത് അല്ല. പിന്നെ രാധയുടെ പ്രണയം 100 എപ്പിസോഡായപ്പോൾ അത് കണ്ട ആൾക്കാർ നിരവധി പേരാണ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാൻ പറ്റില്ല, എങ്കിലും കഴിയുന്നത്ര ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാധയുടെ പ്രണയത്തെക്കുറിച്ച് ആൾക്കാരെ കണ്ടവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ശ്രീ രാധേ രാധേ. രാധേ രാധേ ചാനൽ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് സബ്സ്ക്രൈബ് ചെയ്തത്. എന്നാലും സാറിട്ട് എല്ലാ വീഡിയോയും പ്ലേലിസ്റ്റ് എടുത്ത് കണ്ടു. രാധാറാണിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന താങ്കൾക്ക് ഒരുപാട് നന്ദി. രാധേ രാധേ. രാധാറാണിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധ രാധേ. എനിക്ക് എല്ലാം രാധയുടെ എല്ലാ സ്നേഹം പ്രേമസതെല്ലാം പറയുന്നതെല്ലാം ഇഷ്ടമാണ്, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ എന്തോ അതൊക്കെ കേട്ടിട്ടാണ് എന്തോ ഇപ്പം ഞാൻ ഒരാഴ്ച മുൻപേ വൃന്ദാവനത്തിൽ പോയി രാധയുടെ ബസാന കൊട്ടാരം കണ്ടു, റാവല് കണ്ടു. ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമായിരിക്കാം. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഒരു 1/4 ഭാഗം ആയതിനു ശേഷമാണ് നമ്മളിത് കണ്ടു തുടങ്ങിയത്. ഇത് കണ്ടു തുടങ്ങിയതിന് ശേഷം രാധാറാണിയുടെ കുറേ കഥകൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റി. കുറേ കാര്യങ്ങളൊന്നും നമുക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സാറിൻ്റെ ഈ കഥകൾ കേട്ടതോട് കൂടി കുറേ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ജയ് ശ്രീ രാധേ രാധേ. ഞാൻ ഈ രാധാകൃഷ്ണ പ്രണയം ആദ്യം മുതലേ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ദിലീപ് സാറിന് നേരുന്നു. ജയ് ശ്രീ രാധേ രാധേ. രാധേ രാധേ. സാർ, ഞാൻ പകുതിയായതിനു ശേഷമാണ് കാണാൻ തുടങ്ങിയത്. വളരെ നല്ലതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് നല്ലൊരു ഇതാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇത് കേട്ടതിന് ഒക്കെ അറിയാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ രാധേ രാധേ. രാധേശ്യാം. സാറിനെ പോലെയുള്ള ഒരു ആചാര്യനിൽ നിന്നും രാധയുടെ പ്രണയം എന്ന ഈ പ്രണയ പരമ്പര 100ാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുകയാണ്. ഈ 100 എപ്പിസോഡും കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു ആളാണ് ഞാൻ. രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇങ്ങനെ ഇത്രയും നീണ്ടുപോകുന്നൊരു പരമ്പരയായിരിക്കുമെന്ന് തുടക്കത്തിലൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ ജന്മത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടും കണക്കാക്കാണ്. രാധേ രാധേ. ശ്രീ ദിലീപ് ജി, രാധയുടെ പ്രണയം കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയത് 74ാമത്തെ എപ്പിസോഡ് തൊട്ടാണ്. അതിന് മുമ്പുള്ളതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ നിന്നും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ രാധ എന്ന് അതൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ഇത്രയും ഗഹനമായി അറിയാൻ കഴിഞ്ഞത് ദിലീപ് ജിയുടെ ഈ വിവരണങ്ങളിൽ നിന്ന് തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഭഗവാനോടും ദിലീപ് ജിനോടും അതിന് നന്ദി പറയാണ്. നമസ്കാരം. ഹലോ, നമസ്തേ സർ. ശ്രീ രാധേ രാധേ. രാധയുടെ പ്രണയം എപ്പിസോഡുകൾ ഒരുവിധം കണ്ടിട്ടുണ്ട്. എല്ലാം ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില തിരക്കുകൾ കാരണം ചിലത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും വളരെ നന്നായി പോകുന്നു. വളരെ നല്ലതാണ്. നമ്മൊരു 15ാം നൂറ്റാണ്ടിൽ 12ാം നൂറ്റാണ്ട് ആ ടൈമിലാണ് രാധയുടെ ജയദേവൻ്റെ കൃതികളൊക്കെ പുറത്തേക്കാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ദേവി ഉണ്ടായിരുന്നു. അത്രയും തന്നെ സ്ഥാനമുള്ള ദേവി, നപ്പിന്നി എന്നൊരു ദേവി. തിരുപ്പാവയിലൊക്കെയാണ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ ദേവിനെ കുറിച്ചും സാറ് എപ്പിസോഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ നീലാദേവിയാണെന്ന് പറയണം. നീളാ നദി സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണേ നല്ലതായിരുന്നു. പുതിയ ഞങ്ങൾക്ക്
നമുക്ക് കൃഷ്ണൻ്റെ കാര്യങ്ങളും രാധയുടെ കാര്യങ്ങളും ഒന്നുകൂടി അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞാണ് സാർ. താങ്ക് യു സാർ. രാധേ രാധേ. രാധയുടെ പ്രണയത്തിൻ്റെ ഇത് കാണാൻ തുടങ്ങിയ മുതൽ കാണാറുണ്ട്. സാറിനും അതിന് അംഗമാവാൻ കഴിഞ്ഞതിന് രാധാദേവിക്കും എല്ലാം നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ആശംസകൾ. രാധാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ. രാധയുടെ പ്രണയം ആദ്യത്തെ എപ്പിസോഡ് മുതൽ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളികളെ രാധാറാണിയിലേക്ക് ഇത്രയും അടുപ്പിച്ചത് സാറിൻ്റെ ഈ ചാനലാണ്. കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ രാധാറാണിയമ്മയെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സാറാണ്. രാധാറാണിയുടെ അനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ സാറിൻ്റെ ചാനൽ കാണാൻ കഴിയുകയുള്ളൂ. സാറിനെ ഗുരുവായി കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. 100ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുന്ന ഈ വേളയിൽ സാറിനും സാറിൻ്റെ ഈ ചാനലിനും എൻ്റെ 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ കഥകൾ ഒരു മെഗാ സീരിയലോ സിനിമയോ ഒക്കെയായി എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതിന് സാറിനെ രാധാറാണിയമ്മ അനുഗ്രഹിക്കട്ടെ. രാധേശ്യാം. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. ഇത് പതിവിന് വിപരീതമായ ഒരു വരവാണ് ഈ എൻ്റേത്. കാരണം ഞാൻ 14-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ധർമ്മപദം റെക്കോർഡ് ചെയ്തു, ഞാനത് അപ്ലോഡും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം എനിക്ക് തോന്നി പോരാ, നിങ്ങൾക്കത് ശരിക്കും പിടികിട്ടണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതിനെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു, വേദങ്ങൾ എന്തു പറഞ്ഞിരിക്കുന്നു എന്നറിയണം. കാരണം പല ചാനലുകാരും നിങ്ങളെ കൊണ്ട് ഓരോ വ്രതങ്ങൾ എടുപ്പിച്ച് ഒരു തുള്ളി വെള്ളമിറക്കാതെ നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. അതും ഭഗവാൻ കൃഷ്ണൻ്റെ പേരിൽ തന്നെ. അപ്പോൾ ഭഗവാൻ തന്നെ ഇതിനൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരറിവും കൂടെ നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 2ാമത് ഇപ്പം റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്ത് പഴയ വീഡിയോയുടെ ഇടയ്ക്ക് ഞാനിത് കയറ്റുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ധർമ്മപദത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ഇതും കൂടെ കേൾക്കുക. ഞാൻ ഇപ്പം പറയുന്നത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് കേൾക്കാൻ, ധർമ്മസംഹിത കേൾക്കാൻ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ധർമ്മപദം ഇപ്രാവശ്യം എനിക്ക് 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. കേട്ടോളൂ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്. ചരക സംഹിത, ആയുർവേദത്തിൻ്റെ 1ാമത്തെ പ്രമാണ ഗ്രന്ഥമായ ചരക സംഹിത പറയുന്നു, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആദ്യ പരിഗണന ശരീരത്തിന് കൊടുക്കണം. ശരീരം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ആത്മീയമായ പുരോഗതിക്ക്. അതുകൊണ്ട് ആദ്യം ശരീരത്തിന് പ്രാധാന്യം കൊടുക്കണം. അതിനുശേഷം മതി ഈ ശരീരം ആത്മാവിന് പ്രാധാന്യം. കാരണം ആത്മാവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ആ വാഹനം കുത്തി പഞ്ചറാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകാൻ പറ്റും? ഇത് ചരക സംഹിതയിലെ അഭിപ്രായം. ഇനി സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീത അധ്യായം 16 ശ്ലോകം 16. ആ 16-നകത്ത് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നാട്യശ്നദസ്തു എന്ന് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. നാട്യശ്നദസ്തു. അതിൽ ഈ ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, അധികം കഴിക്കുകയോ കുറച്ച് കഴിക്കുകയോ അധികം ഉറങ്ങുകയോ കുറച്ചുറങ്ങുകയോ ചെയ്യുന്നവർക്ക് യോഗയിൽ യാതൊരുവിധ ജയവും ഉണ്ടാകില്ല. അവർക്ക് ശരിക്കും യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല അർജുന. അപ്പൊ യോഗയിൽ എന്തുണ്ടാകില്ല എന്നാണ് പറയുന്നത്? യാതൊരു ജയവും ഉണ്ടാകില്ല. എങ്ങനെയുള്ളവർ? അധികം കഴിക്കുന്നതും കൊഴുപ്പം,
വളരെ കുറച്ച് കഴിക്കുന്നതും കുഴപ്പം. പിന്നെയോ മിതമായ രീതിയിൽ ആഹാരം കഴിച്ചിരിക്കണം അർജുന എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഒരുപാട് ഉറങ്ങുന്നതും കുഴപ്പം, ചുമ്മാ കിടന്ന് ഉറക്ക ഇളയ്ക്കുന്നതും കുഴപ്പം. ആവശ്യത്തിന് ഉറങ്ങുന്നവനാരോ അവനാണ് അർജുന എവിടെ യോഗയിൽ ജയമുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ആഹാരം കഴിക്കാതിരിക്കുന്നത് അബദ്ധമാണെന്നാണ് പറയുന്നത്. മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വാഹനമാണ് ശരീരം. ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളും മുഴുവൻ തടസ്സപ്പെടും. രാമായണം പറയുന്നു, തനു ബിനു ഭജന വേദ നഹിം വരാന. കണ്ടോ? എന്താ രാമായണം പറയുന്നത്? എന്താ? തനു ബിനു ഭജന വേദ നഹിം വരാന. അതായത് ആത്മീയതയിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തെ അവഗണിക്കാൻ, ശരീരത്തെ അവഗണിക്കാൻ വേദങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല. വേദങ്ങൾ ഒരിക്കലും പറയുന്നില്ല നീ പട്ടിണി കിടക്കാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. തീർന്നില്ല, ഉപനിഷത്തെടുക്കാം. അപ്പൊ വേദങ്ങൾ കണ്ടു, ഭഗവത്ഗീത കണ്ടു, ഇവരൊക്കെ പറയുന്നത് പട്ടിണി കിടക്കരുതെന്നാണ്. ഇനി അതും കഴിഞ്ഞ് ഈശോപനിഷത്തിൽ പറയുന്നു, അന്ധം തമ പ്രവിശന്തിയേ വിദ്യാം ഉപാസതേ തതോ ഭൂയ ഇവ തേ തമോ യാ ഉവിദ്യാം രഥാ. ഭൗതിക ശാസ്ത്രം മാത്രം വളർത്തുന്നവൻ നരകത്തിൽ പതിക്കുന്നു, ആത്മീയ ശാസ്ത്രം മാത്രം വളർത്തുന്നവൻ അതിലും ഇരുണ്ട നരകത്തിൽ പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവൻ നരകത്തിൽ പതിക്കുന്നു. ശരീരത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് ആരാണോ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നത് അവൻ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവനേക്കാൾ കഷ്ടമാണ്. അവൻ ഇരുണ്ട നരകത്തിൽ, അതിനേക്കാൾ കൂടിയ ഇരുണ്ട നരകത്തിൽ പതിക്കുന്നു. ശരീരം മാത്രം നോക്കുന്നവനേക്കാൾ കുഴപ്പമാണ് ഏതെന്ന് പറയുന്നത് ശരീരത്തെ അവഗണിക്കുന്നവന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ശരീരം മാത്രം നോക്കുന്നവന് നരകം വിധിച്ചിട്ടുണ്ട്. അവനേക്കാൾ കുഴപ്പമാണ് ശരീരത്തെ അവഗണിച്ചിട്ട് ശരീരത്തെ പീഡിപ്പിച്ച് ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം ഇരിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് മിതമായ ഭക്ഷണം കഴിക്കണം, മിതമായിട്ടുറങ്ങണം, പ്രാണായാമം ചെയ്യണം, യോഗ ചെയ്യണം, വ്യായാമം ചെയ്യണം, പോഷകമായ ആഹാരങ്ങൾ ശരീരത്തിന് വേണ്ടുന്നത് ചെയ്യണം. അങ്ങനെ നല്ല ശരീരമുള്ളവന് മാത്രമേ ആത്മീയതയിൽ പുരോഗതി നേടാൻ പറ്റൂ. ഓരോന്ന് ആഹാരം കഴിക്കാതെ ശരീരത്തെ പീഡിപ്പിക്കുന്നവൻ ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല എന്ന് വേദങ്ങൾ പറയുന്നു, ശ്രീകൃഷ്ണൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഉപനിഷത്തുകളും പറയുന്നു. ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇനി ഈ വീഡിയോ കേൾക്കുക. സാക്ഷാൽ ബുദ്ധന്റെ ധർമ്മപദം എന്ന ഈ വീഡിയോയിൽ ബുദ്ധൻ പറയുന്ന അതിപ്രധാനപ്പെട്ട ശ്ലോകം, അതിപ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കേൾക്കുക. കാരണം നിങ്ങളുടെ ജീവിതവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ രാധയുടെ പ്രണയം കണ്ടവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളും രാധയുടെ പ്രണയം കാണുക. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി की जय. എൻ്റെ മാതാവ് രാധാറാണി की जय.
എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വായിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരമ്പലത്തിലും പോയിട്ടില്ല. ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായും നിങ്ങളത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ധർമ്മപദം 20ാമത്തെ എപ്പിസോഡ് ആരംഭിക്കാം. നിങ്ങളുടെ പ്രവൃത്തികളുമായി വളരെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ തരുന്നത്. ശ്രദ്ധിച്ചേട്ടെ. പുൽത്തുരുമ്പ് മാത്രം ഭക്ഷിച്ചുകൊണ്ട് മൂഢൻ മാസങ്ങളോളം ഉപവസിച്ചേക്കാം. എങ്കിലും പാത തന്നെ ആഹാരമായിരിക്കുന്ന ആചാര്യന്റെ അരികിൽ അവൻ മൂല്യമില്ലാത്തവനാണ്. പുൽത്തുരുമ്പ് മാത്രം ഭക്ഷിച്ചുകൊണ്ട് മൂഢൻ മാസങ്ങളോളം ഉപവസിക്കാം. ആഹാരം കഴിക്കാതെ വ്രതമെടുക്കുന്നവനെയാണ് മൂഢൻ എന്നിവിടെ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തികളുമായി വളരെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇരുട്ട വെളുക്ക വ്രതം ആഹാരം കഴിക്കാതെ എടുത്ത് ശരീര പീഡനമാണ്. ബുദ്ധൻ പറയുകയാണ് പുൽത്തുരുമ്പ് മാത്രം തിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും തിന്നാതെ വ്രതമെടുക്കുന്നവനെ മൂഢനെന്ന് പറയുകയാണെങ്കിലും പാത തന്നെ ആഹാരമായിരിക്കുന്ന പാത ധർമ്മം ആചാര്യന്റെ അരികിൽ ധർമ്മം മാത്രം ഭക്ഷിക്കുന്നവനാണ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് ആ ആചാര്യൻ. ആ ആചാര്യന്റെ മുന്നിൽ ആഹാരം കഴിക്കാതെ ഉപവസിക്കുന്നവൻ മൂല്യമില്ലാത്തവനാണ്. അവന് യാതൊരു വിലയുമില്ല. മോക്ഷമാർഗത്തിലേക്ക് ഉള്ള യാത്രയിൽ വ്രതം ഉപകരിക്കില്ല എന്നാണ് ബുദ്ധൻ തീർത്തു പറയുന്നത്. അതിന് കാരണങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയും നമ്മൾ? ഫോർ മന്ത്സ് the fool may fast eating from the tip of a grass blade. Kando, eating from the tip of a grass blade, still he is not worth a penny beside the master whose food is the way. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം. ബുദ്ധൻ ഉപവസിക്കാൻ പറയുന്നില്ല. ബുദ്ധൻ ഉപവസിക്കുന്നതിന് എതിരാണ്. ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നതിനോ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനോ പട്ടിണി കിടക്കാനോ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാനോ ഒന്നും ബുദ്ധൻ പറയുന്നില്ല. കാരണം ഇതൊക്കെ ബുദ്ധൻ ഒരിക്കൽ ചെയ്തതാണ്. ബുദ്ധൻ പറയുന്നു, വളരെ ശ്രദ്ധിച്ചിട്ടോണം, ബുദ്ധൻ പറയുന്നു ഈ ശരീരത്തിൻ്റെ അകത്താണ് മോക്ഷപ്രാപ്തി കിട്ടേണ്ട ആളിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തെ നിങ്ങൾ വേണ്ട വിധം പരിഗണിച്ചില്ല എങ്കിൽ ആ ആളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ വ്രതമെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വല്ലാതെ ക്ഷീണിക്കും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരിക്കലും ആത്മാവിനെ കാണാനോ ഭഗവാനെ നേരാം വഴിയിൽ സ്മരിക്കാനോ സാധ്യമല്ല. ഇത് ബുദ്ധൻ പറയുന്നത് ബുദ്ധന്റെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടാണ്. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം 29ാമത്തെ വയസ്സിലാണ് ബുദ്ധൻ കൊട്ടാരം ഉപേക്ഷിച്ചു പോയത്. ആ 29ാമത്തെ വയസ്സിൽ കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങിയ ബുദ്ധനുണ്ടല്ലോ, കഠിനമായ നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന മുനിമാരി ചെയ്യുന്ന കഠിനമായ മാർഗങ്ങളിലൂടെയാണ് ആദ്യം കടന്നുപോയത്. ബുദ്ധൻ കുറേ നാൾ ആഹാരം കഴിക്കാതിരുന്നു, നിരാഹാരമനുഷ്ഠിച്ചു, ശരീരത്തെ പീഡിപ്പിച്ചു. കൊട്ടാരം വിട്ട ബുദ്ധനാകട്ടെ നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു. പക്ഷേ ബുദ്ധൻ മാസങ്ങളോളം ആഹാരം കഴിക്കാതെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചതോടുകൂടി കറുത്ത് മെലിഞ്ഞ് അസ്ഥി മാത്രമായിട്ട് മാറി. പക്ഷേ എന്നിട്ടും ജ്ഞാനോദയം കിട്ടുന്നില്ല. ഒടുവിൽ ശ്രീബുദ്ധന് നിരഞ്ജന എന്ന ചെറിയ നദി പോലും മുറിച്ചു കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ബുദ്ധൻ ചിന്തിച്ചു, ഈ നദി മുറിച്ചു കടക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ്
സംസാര സാഗരം മുറിച്ചു നടക്കുന്നത്. ഒരു നദി മുറിച്ചു കടക്കാത്തവൻ കടൽ എങ്ങനെയാണ് മുറിച്ചു കടക്കുന്നത്? അപ്പോൾ ബുദ്ധൻ എന്ത് ചെയ്തു? അപ്പോഴും തന്നെ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞ നിമിഷമാണ് ബുദ്ധന് ശരിക്കും എന്തുണ്ടാകുന്നത്? ജ്ഞാനോദയം എന്ന് പറയുന്ന സംഭവം ബുദ്ധനുണ്ടാകുന്നത്. അപ്പം ബുദ്ധൻ പറഞ്ഞു, ആഹാരം കഴിക്കാതിരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. കാരണം നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തോട് താല്പര്യം, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനോട് താല്പര്യം. അപ്പൊ രണ്ടും നിങ്ങളുടെ മനസ്സിൽ അപ്പോഴേതുണ്ട്? ഭക്ഷണമുണ്ട്. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. ശരീരം നിലനിർത്താൻ ഏത് വേണം? ഭക്ഷണം വേണം. അതുകൊണ്ട് തുടർച്ചയായി വ്രതമെടുക്കുന്നവൻ മൂഢനാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ വ്രതമെടുക്കുന്നത് കൊണ്ട് ഏത് ദേവന്റെ പേരിലാണോ വ്രതമെടുക്കുന്നത് ആ ദേവൻ പ്രസാദിക്കുകയും നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണം തരും, രോഗം മാറണമെങ്കിൽ മാറും, പക്ഷേ മോക്ഷം നിങ്ങൾക്ക് കിട്ടുകയേ ഇല്ല എന്നാണ് ബുദ്ധന്റെ അഭിപ്രായം. നിങ്ങൾ ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിനകത്താണ് ഇരിക്കുന്നത് ആര്? ആത്മാവ്. ശ്രദ്ധിച്ചോട്ടോണേ, ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് നിലനിൽപ്പുള്ളൂ. മനസ്സിലായില്ലേ? ശരീരമില്ലാതെ ആത്മാവ് പിന്നെ എവിടാ ഇരിക്കുന്നത്? അപ്പൊ ശരീരം നിലനിൽക്കാൻ ഭക്ഷണം വേണം. അതുപോലെ ആത്മാവ് നിലനിൽക്കുന്നതിനും ഭക്ഷണം വേണം. ആത്മാവ് നിലനിൽക്കുന്നതിനുള്ള ഭക്ഷണത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ആത്മാവിലേക്കുള്ള ഭക്ഷണം ധർമ്മം. എന്താണ് ധർമ്മം? ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് ഭക്ഷണം വേണം, ചോറും പൊട്ടും കടലയും ഒക്കെ നമുക്ക് കഴിക്കാം. ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം മാത്രം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെയുള്ളവൻ വല്ലപ്പോഴും കുറച്ചു നേരം പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുക, അല്ലാത്തവനല്ല. അല്ലാത്തവൻ പത്മാസനത്തിൽ ഇരുന്നിട്ട് ധ്യാനിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുളിക്കുമ്പോൾ കുളിക്കുക തന്നെ ചെയ്യുക, വേറെ ചിന്തകൾ വരാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവനാണ് പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കേണ്ടത്. ഇതാണ് ആത്മാവിനുള്ള ഭക്ഷണം. അതാണ് നിങ്ങൾക്ക് തുടക്കത്തിലെ വരിയിൽ പാത തന്നെ ആഹാരമായിട്ടുള്ളവൻ. പാത എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിയല്ല, ധർമ്മം. അപ്പോൾ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണമാണ് ആരെന്ന് പറയുന്നത്? ധർമ്മത്തിലൂടെയുള്ള ജീവിതം. അത് നിങ്ങൾ കൊടുക്കണം. ആത്മാവിനിരിക്കാൻ ഒരു ഇരിപ്പിടം വേണം, അതിനെ ക്ഷീണിപ്പിക്കരുത്. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണവും നിങ്ങൾ കൊടുക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധർമ്മത്തെ ഭക്ഷണമായി നിങ്ങൾ സ്വീകരിക്കണം. ദൈവത്തിലേക്കുള്ള മാർഗം അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമുണ്ട്. നമുക്കിവിടെ നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും ഈ വ്രതങ്ങളാണ്. ഒരു മാസത്തിൽ എത്ര വ്രതമാണുള്ളത്? ഏകാദശി തന്നെ 2 എണ്ണം ഉണ്ട്, പിന്നെ സ്കന്ദഷഷ്ടി ഉണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഒരു വ്രതം എടുക്കുമ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് കഴിയുകയില്ലേ? നിങ്ങൾക്കിപ്പോൾ 12-ാം തീയതി വ്രതമാണെങ്കിൽ 12-ാം തീയതിയാണ് ഏകാദശി അല്ലെങ്കിൽ സ്കന്ദഷഷ്ടി. അപ്പോൾ 11-ാം തീയതി തൊട്ടേ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നില്ല, ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് 12-ാം തീയതി വ്രതമെടുക്കുന്നു, 13-ഉം 14-ഉം തളർന്നു കിടക്കുന്നു. അവിടെ നിന്നൊന്ന് ഉയർന്നു വരുമ്പോൾ അടുത്ത വ്രതം വന്നു. പിന്നെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? അപ്പോൾ പിന്നെ ഭർത്താവ് വേറെ വല്ലയിടത്തും പോയാൽ പിന്നെ പുള്ളിയെ കുറ്റം പറയാൻ പറ്റുമോ? ബുദ്ധൻ പറയാണ്, മണ്ടത്തരം കാണിക്കാതെ. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ബുദ്ധൻ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോളണം. ആ വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങളടുത്ത് നിങ്ങൾ വ്രതമെടുത്തോളൂ, പക്ഷെ അത് ആഹാരം കഴിക്കാതെ അല്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. നിങ്ങൾ വ്രതമെടുക്കുമ്പോൾ എത്ര സമയം നിങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നു എന്നുള്ളതാണ് വ്രതത്തിൽ പ്രധാനം. ഇപ്പം നിങ്ങൾ ഏകാദശി എന്ന് പറയുന്ന വ്രതമെടുക്കുമ്പോൾ
നിങ്ങൾ കഴിക്കുന്ന ആഹാരം അവിടെ ഭഗവാൻ നോക്കാറില്ല. നിങ്ങൾ എത്ര സമയം ഭഗവാനെ സ്മരിച്ചു എന്നാണ് ഭഗവാൻ നോക്കുന്നത്. ഇതെന്താ പറ്റുന്നത്? ഏകാദശിയുടെ അന്ന് തുള്ളി വെള്ളം പോലും ഇല്ലാതിരിക്കുമ്പം നമുക്ക് ദേഹ അസ്വാസ്ഥ്യങ്ങൾ പലതും വരും. ദേഹ അസ്വാസ്ഥ്യങ്ങൾ വരും, ഉറങ്ങിക്കൊള്ളാൻ വയ്യാത്ത ഇത് വരും. പക്ഷെ ഉറങ്ങാനും പറ്റത്തില്ല. നിങ്ങൾ അതിനോട് കിടന്ന് മല്ലടിക്കും, വിശപ്പിനോട് മല്ലടിക്കും, ശരീര ക്ഷീണത്തിനോട് മല്ലടിക്കും. ഭഗവാനെ വളരെ കുറച്ച് മാത്രമേ പറ്റൂ. പക്ഷേ ഏകാദശിയുടെ അന്ന് ഗോതമ്പ് ചോറും, അത് ഗുരുവായൂര് കൊടുക്കുമല്ലോ ഏകാദശിക്ക്, ഗോതമ്പ് ചോറ് ഭക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ട് അന്നത്തെ ദിവസം പരമാവധി സമയം നാരായണ 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 അങ്ങനെ ഭഗവാനിൽ ശ്രദ്ധ ഊന്നു. ആഹാരം കഴിച്ചവന് മാത്രമേ ഭഗവാനിൽ ശ്രദ്ധ ഊന്നാൻ പറ്റൂ. ശിവരാത്രി നിങ്ങൾ ശരീരത്തെ പീഡിപ്പിക്കുക, അതായത് രാത്രി ഉറക്കമൊഴിയണം. ആ ഉറക്കമൊഴിയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളെന്താണ്? ഭഗവാനെ സ്മരിക്കാനാണ് ഉറക്കമൊഴിഞ്ഞിരുന്ന്. നിങ്ങളാകട്ടെ നാടകം, ഗാനമേള, നിങ്ങളുടെ വിചാരം ഉറങ്ങാതിരുന്നാൽ ശിവരാത്രി സക്സസ്. അങ്ങനല്ല. ശിവൻ നിങ്ങൾ ഉറങ്ങുന്നോ ഉറങ്ങുന്നില്ലയോ, കൃഷ്ണൻ നിങ്ങൾ ഏകാദശിയിൽ അന്ന് ഭക്ഷണം കഴിക്കുന്നോ ഇല്ലയോ, അതല്ല കൃഷ്ണനൊക്കെ നോക്കുന്നത്. അന്ന് എത്ര തവണ എന്നെ സ്മരിച്ചു എന്നാണ്. നിങ്ങൾ ശിവരാത്രിയുടെ അന്ന് അതിനാണ് ആലുവ മണപ്പുറത്ത് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ, ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ ഒരു ചുക്ക് കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് വീണ്ടും ഓം നമഃശിവായ ഓം നമഃശിവായ അങ്ങനെ ജപിച്ചുകൊണ്ടെടുക്കണം. അപ്പം വ്രതം വെച്ചിരിക്കുന്നത് നിങ്ങൾ പട്ടിണി കിടക്കാനല്ല, പകരം മാസത്തിൽ പല ദിവസങ്ങളിലും ഭഗവാനെ അങ്ങ് സ്മരിക്കാനാണ്. അത് തിന്നുകൊണ്ട് സ്മരിക്കുന്നതാണ് നല്ലതെന്നാണ് ബുദ്ധൻ പറയുന്നത്. കാരണം ആഹാരം കഴിക്കാതെ നടന്ന ഘട്ടത്തിൽ ബുദ്ധൻ ഒരിക്കലും ജ്ഞാനോദയം കിട്ടിയില്ല. എപ്പോഴാണോ ആഹാരം കഴിച്ചത് അപ്പം മനസ്സ് സ്വസ്ഥമായ മനസ്സിൽ ആത്മാവ് തെളിഞ്ഞു വന്നു. ആ നിമിഷം ബുദ്ധന് ജ്ഞാനോദയം കിട്ടി. അപ്പൊ ശരീരത്തെ പീഡിപ്പിക്കരുത്. 2, ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. അതാണ് പാത തന്നെ ആഹാരമായവൻ. ആത്മാവിൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് മനസ്സിലായി. ധർമ്മമാർഗത്തിലൂടെയുള്ള ജീവിതം. നിങ്ങൾ കള്ളം പറയുന്നവനാണെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവനാണെങ്കിൽ, അവൾ അങ്ങനാടേ ഇവൾ ഇങ്ങനാടേ എന്ന് പറയുന്നവനാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരോട് കോപിക്കുന്നവനാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല. നിങ്ങൾ ആത്മാവിനെ പട്ടിണിക്കിടുകയാണ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. വ്രതമെടുത്തത് കൊണ്ട് ആത്മാവിന് ഭക്ഷണം കിട്ടില്ല. നിങ്ങൾ കോപിക്കുന്നവരാണോ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണോ, മറ്റുള്ളവരെ വഴക്ക് പറയുന്നവരാണോ, കരുണ മറ്റുള്ളവരോട് കാണിക്കാത്തവരാണോ, അപ്പോൾ നിങ്ങൾ ആത്മാവിന് എന്ത് കൊടുക്കുന്നില്ല? ഭക്ഷണം കൊടുക്കുന്നില്ല. ബോധപൂർവം 10,000 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണോ കുളിക്കുന്നത്? അപ്പം നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം നിങ്ങൾക്കേ കൊടുക്കാൻ കഴിയൂ, വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ യേശു ഇത് വളരെ മനോഹരമായി മറ്റൊരു രീതിയിൽ ബുദ്ധൻ പറഞ്ഞത് പറയുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ ഭക്ഷിക്കുക, എന്നെ പാനം ചെയ്യുക, എന്നെ സ്വീകരിക്കുക, എന്നെ ദഹിപ്പിക്കുക. ഇതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യം. മനസ്സിലായി? യേശു പറഞ്ഞത് എന്നെ ഭക്ഷിക്കാൻ. എന്നെ ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ തിന്നാനല്ല, ധർമ്മത്തെ ഭക്ഷിക്കുക, ധർമ്മത്തെ ദഹിപ്പിക്കുക, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധർമ്മത്തെ ഭക്ഷിക്കുക, ധർമ്മത്തെ പാനം ചെയ്യുക, ആ ധർമ്മത്തെ എന്ത് ചെയ്യുക? നിങ്ങൾ ദഹിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരീരത്തിനും ആഹാരം കൊടുക്കണം, ആത്മാവിനും ആഹാരം കൊടുക്കണം. ആത്മാവിൻ്റെ ആഹാരം മനസ്സിലായല്ലോ. ആത്മാവിന് ആഹാരം കൊടുക്കാതെ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. നിങ്ങൾ കുളിക്കുമ്പോൾ 1000 കാര്യം ചിന്തിച്ചോണ്ടാ കുളിക്കുന്നതെങ്കിൽ ആത്മാവ് പട്ടിണി കിടക്കുകയാണ്. ചിന്തകളുള്ളവന് ആത്മാവിനെ ഗൗനിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആത്മാവിന് ഭക്ഷണം കിട്ടുന്നില്ല. ഒരാളോട് കോപിക്കുമ്പോൾ ആത്മാവിന് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ഇന്നു തൊട്ട് ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. ഓർമ്മിക്കുക, വ്രതം ആഹാരം കഴിച്ചിട്ടെടുക്കുക. നിങ്ങളെ ആളുകളൊക്കെ പേടിപ്പിക്കുകയായിട്ട്, മനസ്സിലായോ? ആളുകളൊക്കെ വീഡിയോയിൽ പറയും, അതും എങ്ങനെ പാവം
ഏകാദശി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുള്ളി വെള്ളമെടുക്കാതെ ഓരോ അമ്മമാരെ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ ഞാൻ രാവിലെ തൊട്ട് തുള്ളി വെള്ളം എടുത്തില്ല. പക്ഷേ ഏതോ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചാനലില് അവർ പറഞ്ഞു, മോനെ ഇത്ര മണിക്കാ ഹരിവരാസനം, ആ സെക്കൻഡ് മുറിക്കണം, എനിക്കൊരു ഇച്ചിരി താമസിച്ചു പോയി, ഞാൻ ഇനി നരകത്തിലാണോ? സത്യത്തിൽ എന്തിനാണ് ഈ പാവങ്ങളെ നിങ്ങൾ പേടിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്തിനാ പേടിപ്പിക്കുന്നത്? ആഹാരം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത്രയും നേരം എടുത്തിട്ട് ആ വ്രതം ഹരിവരാസനം ഒന്ന് കഴിഞ്ഞു പോയാൽ കോപിക്കാൻ ദൈവം എന്താ വല്ല ക്രൂരൻ വല്ലതും ആണോ? ഉപവാസം എന്ന വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സംസ്കൃതത്തിൽ ഉപവാസ് എന്നാണ് ആ പദം. ഉപവാസ് എന്ന പദത്തിന് ദൈവത്തോട് അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. ഉപവാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തിരിക്കുക. വളരെ ശ്രദ്ധിക്കുക. നിരാഹാരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. അത് ഏതോ കള്ള രാഷ്ട്രീയക്കാരന്മാര് തിന്നാതിരിക്കുന്നതിനൊരു പേര് കൊടുത്തു കഴിഞ്ഞു, ഉപവാസം എന്ന പേര് കൊടുത്തിരി കഴിഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടടുത്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഏകാദശി. അപ്പം ഞാൻ ഏകാദശിയുടെ അന്ന് ഭക്ഷണം കഴിക്കും, പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തോടടുത്തിരിക്കും ഏകാദശിയുടെ അന്ന്. കാരണം എനിക്കറിയാം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുക എന്നല്ല, ദൈവത്തോട്. ഞാൻ ഏകാദശിയുടെ അന്ന് രാവിലെ തൊട്ട് കുളിച്ചിട്ട് നാരായണ 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 പരമാവധി ജപിക്കും. എന്നിട്ട് എനിക്ക് രാവിലെ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഊർജ്ജമുണ്ട് ചൊല്ലാൻ. ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറ് ഭക്ഷിക്കും. ഗോതമ്പ് ചോറ് ഭക്ഷിച്ച് നാരായണ നാരായണ. വൈകുന്നേരവും ഗോതമ്പിലെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എൻ്റെ ശരീരം കറക്റ്റാണ് എനിക്ക് ഭഗവാനെ സ്മരിക്കാൻ. അപ്പം ഞാൻ നാരായണനെ ജപിക്കുന്നത് കൊണ്ട് ഞാൻ നാരായണനോട് അടുത്തിരിക്കും. നിങ്ങൾ ഒന്നും തിന്നാതെ വാടി കൊഴിഞ്ഞ് അടുത്ത ദിവസമാകാൻ കാത്തിരിക്കും. അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഉപ സമീപം, താമസിക്കുക, ദൈവത്തിനോട് അടുത്തിരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരീരത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്? അതിലെന്ത് യുക്തിയാണുള്ളത്? അതിനകത്ത് എന്ത് ശാസ്ത്രബോധമാണുള്ളത്? നോക്കൂ, നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്ന് നിങ്ങളെ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ഈ പീഡനങ്ങളെ ആസ്വദിക്കാനേ ദൈവം എന്തോന്നുടേ അഡോൾഫ് ഹിറ്റ്ലർ വല്ലോ ആണോ? അഡോൾഫ് ഹിറ്റ്ലറെ പോലെ ഒരാളാണ് ദൈവം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ കരുതിയേ, നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നാതിരുന്ന് നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ഇത് കണ്ട് ആസ്വദിക്കാൻ ദൈവം ഹിറ്റ്ലറുടെ മനസ്സുള്ളവനല്ല. അതുകൊണ്ടാണ് രാധാറാണി പറയുന്നത്. രാധാറാണിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് പോലും ഉച്ചവരെ വ്രതം പറയുന്നുള്ളൂ. അതും എടുക്കരുതെന്നാണ് പറയുന്നത്. രാധാറാണി പറയുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ മക്കൾ വിശന്നിരിക്കുമ്പോൾ എനിക്കെങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റും? ഇപ്പം ഞാൻ രാധാറാണിയുടെ ഭക്തനാണ്, അപ്പം ഞാൻ രാധാറാണിയുടെ മകനാണ്. ഞാൻ വിശന്നിരുന്നാൽ രാധാറാണി എങ്ങനെ ആഹാരം കഴിക്കും? ഇവിടെ നിങ്ങളുടെ മോൻ വിശന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മ പറ, നിങ്ങളുടെ മോൻ വിശന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? അതുപോലെ ഞാൻ വിശന്നിരിക്കുമ്പോൾ എൻ്റെ രാധാറാണി അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിശന്നിരിക്കത്തില്ല. ഏകാദശി ആയാലും സ്കന്ദഷഷ്ടി ആയാലും ഞാൻ വിശന്നിരിക്കില്ല. കാരണം ഞാൻ മുഖാന്തരം എൻ്റെ അമ്മ പട്ടിണിയാകാൻ പാടില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, രാധാറാണി അമ്മ. അതുകൊണ്ടാണ് അമ്മയുടെ ജന്മദിനത്തിന് ഉച്ചവരെ വെച്ചിരിക്കുന്നത്. ആ ഉച്ചവരെയും അമ്മ പറയുന്നുണ്ട്, നീ രാവിലെ പാലും പഴവും ഒക്കെ കഴിച്ചിട്ടെടുത്താൽ മതിയെന്ന്. പിന്നെ എന്നാലും ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് ഉച്ചവരെ ഒന്നും കഴിക്കാതെ എടുക്കും. കാരണം മക്കൾ വിഷമിക്കുന്നത് കണ്ട് സഹിക്കാൻ ഈ ലോകത്തൊരമ്മയ്ക്കും സാധ്യമല്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വ്രതം ആഹാരം കഴിക്കാതെ എടുക്കുമ്പോൾ അത് കണ്ട് നിങ്ങൾ വാടിക്കൊഴഞ്ഞിരിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ആളിൻ്റെ പേര് ദൈവമെന്നാണോ? അല്ല, നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ്.
ഇനി മുതൽ നിങ്ങളൊരു മാസത്തിൽ എത്ര വ്രതം വേണമെങ്കിലും എടുത്തോ, പക്ഷേ ആരോഗ്യത്തിന് ആവശ്യമായ ആഹാരം കഴിച്ചിട്ട് അന്നത്തെ ദിവസം അന്ന് പരമാവധി മനസ്സിൽ നാരായണ രൂപം നിർത്തി, നാരായണനെ സ്കന്ദഷഷ്ടിയാണെങ്കിൽ മുരുകന്റെ രൂപം നിർത്തി ഓം വജദ്ഭുവേ അങ്ങനെ ജപിച്ചുകൊണ്ടെടുക്കണം. അപ്പൊ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. മോക്ഷത്തിലേക്കുള്ള പല പല മാർഗങ്ങളാണ് ബുദ്ധൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു തരുന്ന മാർഗങ്ങൾ പലതുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഏതു പ്രവൃത്തിയും ആത്മാർത്ഥതയോടെ ചെയ്യുക. നിങ്ങൾ മലക്കറി അരിയുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ അത് മാത്രം അരിയുക. നടക്കുമ്പോൾ നിങ്ങൾ നടക്കുക. മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. മറ്റുള്ളവരോട് കോപിക്കാതെ ഇരിക്കുക. ബുദ്ധൻ പറയുകയാണ്, മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങൾ പറയുകയാണ്. മറ്റുള്ളവരോട് കോപിക്കാതെ ഇരിക്കുക. മാംസ ആഹാരങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് ബുദ്ധൻ പറയുന്നത്. മാംസ ആഹാരങ്ങൾ ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ ബുദ്ധൻ പറയുന്നു, ആഹാരം കഴിക്കാതെ ശരീരത്തെ പീഡിപ്പിക്കരുത്. ശരീരത്തിനകത്താണ് ആരിയ്ക്കുന്നത്? ശരീരത്തിനകത്താണ് ആത്മാവിരിക്കുന്നത്. ശരീരത്തെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിനും അത് കുഴപ്പം ചെയ്യും. കാരണം ബുദ്ധൻ എടുത്തു പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കാതിരുന്ന സമയത്ത് മരിച്ചു പോകുമെന്ന് കരുതി സത്യം കണ്ടെത്താതെ ആഹാരം കഴിച്ച നിമിഷം എനിക്ക് ജ്ഞാനോദയം ഉണ്ടായി. എന്നിട്ട് ഈ വരികളിലൂടെ ബുദ്ധൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. ഒന്ന്, നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ട് ദൈവത്തോടടുത്തിരിക്കുക, പട്ടിണി കിടന്നുകൊണ്ടല്ല. രണ്ട്, ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആത്മാവിനും ഭക്ഷണം കൊടുക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം ധർമ്മമനുസരിച്ചുള്ള ജീവിതം. അപ്പം നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. അതാ പാത തന്നെ ഭക്ഷണമായിട്ടുള്ളവൻ. അപ്പം എന്ന് വെച്ചാൽ ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവന് ആഹാരം കഴിക്കാതെ ഉപവസിക്കുന്നവനെ കണ്ടാൽ അയാൾ മൂഢനെന്ന് വിളിക്കുമെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അപ്പോൾ ഇന്നു മുതൽ രാധേ രാധേ ചാനൽ കാണുന്നവർ നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ കള്ളം പറയരുത്. തല പോയാലും കള്ളം പറയരുത്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തിയും ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെയും കുറ്റം പറയാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാതെ എനിക്കെന്തൊക്കെ കുറ്റമുണ്ട്, എനിക്കെന്തൊക്കെ കുറവുണ്ട് എന്ന് കണ്ടുപിടിക്കുക. പത്മാസനത്തിൽ കുറേ നേരം ഇത്രയും ചെയ്തവൻ പത്മാസനത്തിൽ കുറേ നേരം ധ്യാനത്തിലിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണം കിട്ടും. പതുക്കെ പതുക്കെ ആത്മാവ് ഉണരും. അതിനെയാണ് കുണ്ഡലിനി എന്ന് പറയുന്നത്. കുണ്ഡലിനിയെ ഉണർത്തണമെങ്കിൽ ആത്മാവിന് ഭക്ഷണം കിട്ടണമെന്ന സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നു തൊട്ട് ആത്മാവിന് ഭക്ഷണം കൊടുത്തു തുടങ്ങ്. പരമാവധി ആരെയും കുറ്റപ്പെടുത്തരുത്, പരമാവധി കള്ളം പറയരുത്. പിന്നെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എങ്ങാനും മറ്റുള്ളവരെ ദ്രോഹിക്കാത്തത് പറയേണ്ടി വന്നാൽ നിങ്ങൾ പറഞ്ഞു. കാരണം അല്ലാതെ മനുഷ്യ സാധ്യമല്ലെന്ന് തോന്നുന്നു ജീവിക്കാൻ. പരമാവധി കള്ളം പറയരുത്. പരമാവധി കള്ളം പറയരുത്. പിന്നെ ആ കള്ളം നമ്മുടെ നിലനിൽപ്പിന് തന്നെ അപകടമാകുമെങ്കിൽ ആയിക്കോട്ടെ, ജീവൻ രക്ഷിക്കാൻ. പക്ഷേ ഒരു കാരണവശാലും മറ്റൊരാളുടെ കുറ്റങ്ങൾ പറയരുത്. മറ്റൊരാളെ അവൾ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണെന്ന് പറയരുത്. ഒരു കാരണവശാലും മറ്റൊരാളോട് തർക്കിക്കരുത്, കോപിക്കരുത്. ഇന്നു തൊട്ട് കഴിയുന്നത്ര നടക്കുമ്പം നടക്കുന്നത് മറ്റ് ചിന്തകൾ വരാതിരിക്കുക. പരമാവധി മാംസഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു വരിക. പരമാവധി ഉപേക്ഷിച്ചു വരിക. അങ്ങനെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കുണ്ഡലിനി ശക്തി ഉണരും. ആ ശക്തി ബുദ്ധൻ ഉണർന്നതുപോലെ നിങ്ങൾക്കും ഉണരാൻ ബുദ്ധൻ അനുഗ്രഹിക്കട്ടെ. ഓം മണിപത്മേഹും രാധേ രാധേ. ഓ രാധേ 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 രാധേ. ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.